രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ദക്ഷ. അമ്മ അരികെ കിടന്ന് നന്നായി ഉറങ്ങുന്നുണ്ട്. അവക്കാണെങ്കിൽ വല്ലാത്ത പരവശവും വിമ്മിഷ്ടവും ഒക്കെ പോലെ തോന്നി. ഇത്തിരി വെള്ളം കുടിച്ചാലോ എന്ന് പലതവണ ചിന്തിച്ചു. പിന്നെ എഴുന്നേറ്റ് പോകാൻ മടി. അമ്മയെ വിളിക്കാനും ഒരു വിഷമം പോലെ. അമ്മ തൻ്റെ വലത് കൈ അവളുടെ വയറിന്മേൽ ചുറ്റി അവളോട് ചേർന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. ആ പാവത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചെറിയ നിശ്വാസം അത് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സമാധാനത്തോടെ അമ്മയും ഇന്ന് ഉറങ്ങുകയാണെന്ന്. അതുകൊണ്ടാണ് ഏറെയും അവൾ അവരെ വിളിക്കാൻ കൂട്ടാക്കാഞ്ഞത്. അവൾ കയ്യെത്തിച്ച് ഫോണെടുത്തു. എന്നിട്ട് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് 3 മണിയാകാൻ പോന്നു. എന്താണെന്നറിയില്ല, പലപ്പോഴും രുദ്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിലേക്ക് കടന്നു വന്നു. ഒപ്പം മാറിൽ കിടന്നിരുന്ന താലിമാല അവൾ കയ്യിലെടുത്തു. എന്നിട്ട് ആ താലി തൻ്റെ ചുണ്ടോട് ചേർത്തു. രുദ്രേട്ടൻ എന്തെങ്കിലും വയ്യാഴിക പറ്റുമോ എന്ന് അവൾ ഓർത്തു. അപ്പോഴൊക്കെ അവൾക്ക് തൻ്റെ ചങ്കിടിക്കും പോലെ. അവനൊന്നും വരുത്തരുതേന്ന് ഗുരുവായൂരപ്പനോട് ഒരുപാട് നേരം അവൾ പ്രാർത്ഥിച്ചു. ഒരു പ്രകാരത്തിൽ അവൾ നേരം വെളുപ്പിച്ചെന്ന് വേണം പറയാൻ. അടുത്ത ദിവസം രാവിലെ ദക്ഷയ്ക്ക് നേരത്തെ സ്കൂളിലേക്ക് പോകണമായിരുന്നു. പഠിത്തത്തിൽ പിന്നോട്ട് നിൽക്കുന്ന 6-7 കുട്ടികളുണ്ട്. അവർക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പ്രിൻസിപ്പൽ സാർ പറഞ്ഞിരുന്നു. അതിൽ പ്രകാരം ദക്ഷ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അപ്പോഴേക്കും നല്ല ചൂടുള്ള കഞ്ഞിയും വൻപയർ തോരനും അച്ചാറുമൊക്കെ അമ്മ അവൾക്ക് കഴിക്കാനായി എടുത്ത് വെച്ചിട്ടുണ്ട്. ദക്ഷയാണ് പറഞ്ഞത് അവൾക്ക് കാലത്തെ ചൂട് കഞ്ഞി വേണമെന്ന്. 2-3 സ്പൂൺ കഞ്ഞി വാരി കുടിച്ചിട്ട് അവൾ തൻ്റെ ബാഗുമെടുത്ത് വെളിയിലേക്ക് നടന്നു. അപ്പച്ചി എന്നെങ്ങാനും വരുമോ അമ്മേ? അറിയില്ല മോളെ. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയാൽ അങ്ങനെ നിൽക്കുന്നൊന്നുമല്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരാഴ്ച. ജാനകിക്ക് സുഖമില്ലേ? അതുകൊണ്ട് ഒരുപക്ഷെ അവിടെ നിൽക്കുന്നതാവും. ആവാം. അമ്മയും മകളും സംസാരിച്ച് നിന്നപ്പോൾ വിശ്വനാഥൻ ഉമ്മറത്തിരിപ്പുണ്ട്. നിനക്കിന്ന് നേരത്തെ പോണോ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അത്രമാത്രം പറഞ്ഞിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. അവളോടൊപ്പം പടിപ്പുര വരെ ലേഖയും അനുഗമിച്ചിരുന്നു. ഇന്നലത്തെ സമയത്ത് വരില്ലേ മോളെ? ഉവ്വ്. ഇനി മഴയാണെങ്കിൽ ഇത്തിരി ലേറ്റാവും. നീ കുടയെടുത്തല്ലോ അല്ലേ? എടുത്തു. അവൾ തലകുലുക്കി. അമ്മയോട് യാത്ര പറഞ്ഞ് വേഗത്തിൽ നടന്നുപോയി. 7:30 ബസ്സുണ്ട്. അതിൽ പോകാമെന്ന് കരുതി ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നത്. അപ്പോഴാണ് അവളുടെ ബാഗിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ ലക്ഷ്മിയമ്മ. ഹലോ ലക്ഷ്മിയമ്മേ. ആ മോളെ, നീ തിരക്കാണോ? ഞാൻ സ്കൂളിലേക്ക് കാലത്തെ പോവാമേ. ഇന്ന് കുറച്ച് കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ? അപ്പോഴേക്കും അവർ കരയുന്നത് ദക്ഷ കേട്ടു. പെട്ടെന്ന് അവളുടെ അടിവയറ്റിൽ നിന്നും ഒരു കൊള്ളിയാൻ മിന്നി. ലക്ഷ്മിയമ്മയ്ക്ക് എന്തു പറ്റി? എന്തിനാ അമ്മ കരയുന്നത്? അപ്പോഴും അവളോടൊന്നും പറയാതെ അവർ വിതുമ്പുകയാണ്. അമ്മ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? മോളെ, അത് പിന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. രുദ്രന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. യോ എൻ്റെ കൃഷ്ണ! അവൾ അത് കേട്ടതും ഉറക്കെ നിലവിളിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു മോളെ. ആരൊക്കെയോ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവൻ്റെ വലത് കൈ ഒടിഞ്ഞു. ഇന്നലെ തന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ടോ അമ്മേ, രുദ്രേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? ദക്ഷയും കരയാൻ തുടങ്ങിയിരുന്നു. ICUവിലാണ്. അമ്മ കയറി കണ്ടോ? ഞാൻ പാതിരാത്രിയായി മോളെ ഇവിടെ എത്തിയപ്പോൾ കയറി കണ്ടിരുന്നു. അവൻ മയക്കത്തിലാണ്. അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ദക്ഷ പിന്നെയും കരഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അത് പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഞാൻ ഒരുപാട് രാത്രിയായി മോളെ വന്നപ്പോൾ. പിന്നെ എൻ്റെ കൂടെ വല്യച്ഛനും ഉണ്ടായിരുന്നു. മോള് കിടന്ന് കാണുമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. ഞാൻ ഉടനെ വന്നേക്കാം. ലക്ഷ്മിയമ്മ ഫോൺ വെക്കൂട്ടോ. വേണ്ട കുട്ടി, നീ ഇപ്പോൾ സ്കൂളിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് വൈകുന്നേരം വന്നാൽ മതി. ഞാൻ നിന്നോടിപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാൻ വരുവാ.
ദക്ഷ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ടത് ബാഗിലേക്ക് തിരികെ കെട്ടി. ബസ് വന്നപ്പോൾ അതിൽ ചാടിക്കയറി. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. തന്നെ ഇറക്കി വിട്ടിട്ട് പോയ ശേഷമാണ് രുദ്രേട്ടന് ഈ ആക്സിഡൻറ്റ് വന്നത്. അതോർത്തപ്പോൾ അവൾക്ക് നെഞ്ചു വിങ്ങിപ്പൊട്ടി. ഈശ്വര, ആ പാവം ഒരുപാട് വേദനിച്ച് കാണും. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ മതി. അതായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. 3/4 മണിക്കൂറോളം വേണം ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ. അതിനോടിടയ്ക്ക് അവൾ സ്കൂളിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒപ്പം അമ്മയും വിളിച്ചു. മോളെ, അമ്മ വരാൻ കേട്ടോ, നീ വിഷമിക്കൊന്നും വേണ്ട, രുദ്രന് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ. അവൾ കരയുന്ന കേട്ടുകൊണ്ട് ലേഖ മകളെ സമാധാനിപ്പിച്ചു. ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ ബസ് നിർത്തിയതും അവൾ ചാടി ഇറങ്ങി. എന്നിട്ട് വേഗത്തിൽ ഓടുകയായിരുന്നു. ലക്ഷ്മിയമ്മ ഒരിക്കൽ കൂടി വിളിച്ചു. അവരെവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. 3ാമത്തെ നിലയിലായിരുന്നു. ദക്ഷ പാഞ്ഞു വരുന്നത് നോക്കി ലക്ഷ്മി നിൽപ്പുണ്ട്. അമ്മേ, അവൾ വന്നിട്ട് അവരുടെ കയ്യിൽ പിടിച്ചു. ഇരുവരും ചേർന്ന് കരയുകയാണ്. മോളെ, ഇപ്പം അവന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുന്നേ ഞാൻ കയറി കണ്ടു. ഇത്തിരി കട്ടൻ ചായയും റസ്കുമൊക്കെ അവൻ കഴിച്ചിട്ടുണ്ട്. നേഴ്സുമാർ പറഞ്ഞു അവനൊക്കെ ആയി എന്ന്. ലക്ഷ്മിയുടെ അരികിലായി നിന്ന രാമചന്ദ്രനാണ് ദക്ഷയുടെ വിവരങ്ങളൊക്കെ പറയുന്നത്. എനിക്കൊന്ന് കാണാൻ പറ്റൂ? കണ്ണീർ അമർത്തി തുടച്ചുകൊണ്ട് ദക്ഷ അയാളെ നോക്കി. ഇനിയിപ്പോൾ ഡോക്ടർ വരാൻ അധികം നേരമൊന്നുമില്ല മോളെ. ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. എപ്പോഴും കൂടെ കൂടെ ആരെയും അതിനുള്ളിലേക്ക് കയറ്റില്ല. വേറെയും രോഗികളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടെ സന്ദർശനം സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിരിക്കുന്ന ഇടമാണ്. മോളെ, നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. എന്നിട്ട് അദ്ദേഹം അനുവാദം തരികയാണെങ്കിൽ നീ രുദ്രനെ കയറി കണ്ടോളൂ. വല്യച്ഛൻ പറയുന്നത് കേട്ട് അവൾ തലകുലുക്കി. അപ്പോഴും ആ പാവത്തിൻ്റെ മിഴികളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകി. ദക്ഷ കരയുന്ന കണ്ടതും ലക്ഷ്മിക്കും രാമചന്ദ്രനും ഒരുപോലെ സങ്കടമായി. ഈ കുട്ടി എന്തിനാ ഇപ്പോൾ വിളിച്ചു വരുത്തിയത്? അതിൻ്റെ സങ്കടം കണ്ടില്ലേ? മോളിതൊന്നും അറിയാഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞത്. സ്കൂളിലേക്ക് പോയിക്കോളാനും വൈകുന്നേരം വന്നാൽ മതിയെന്നുമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ എത്തിയത്. രുദ്രൻ്റെ കൂടെ ആരാണുള്ളതെന്ന് സിസ്റ്റർ വന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ലക്ഷ്മിയും ദക്ഷയും ഓടിച്ചെന്നു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവർ രണ്ടാളും തിടുക്കപ്പെട്ട് അകത്തേക്ക് കയറി. ആ, ഇരിക്കുക കേട്ടോ, ഡോക്ടർ തൻ്റെ മുൻപിലുള്ള 2 കസേരകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. രണ്ടാളും മിടിക്കുന്ന ഹൃദയത്തോടെ ഇരിക്കുകയാണ്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, രുദ്രൻ ഓക്കെ ആയിട്ടുണ്ട്. അത് കേട്ടതും ഇരുവർക്കും ആശ്വാസമായി. ഇന്ന് നമുക്ക് രുദ്രനെ ICUവിലേക്ക് മാറ്റാം. എന്നിട്ട് നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് നല്ലത്. ഡോക്ടർ പറഞ്ഞതും അവരിരുവരും തലകുലുക്കി. രുദ്രൻ്റെ BP ഒക്കെ നോർമലായിട്ടുണ്ട്. ആൾക്ക് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാലും ഇന്ന് ICUവിൽ തന്നെ തുടരട്ടെ. അതാകുമ്പോൾ ICUവിലൊരു ഡോക്ടർ എപ്പോഴും ഉണ്ട്, കൂടാതെ സിസ്റ്റേഴ്സും. എന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ രുദ്രന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധ കിട്ടും. നാളെ ഒരു 11 മണിയോടുകൂടി റൂമിലേക്ക് മാറ്റാം. സർ, രുദ്രേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? പെട്ടെന്ന് ദക്ഷ അയാളെ നോക്കി ചോദിച്ചു. ഇതാരാണ്? ഡോക്ടർ ലക്ഷ്മിയമ്മയുടെ നേർക്ക് തിരിഞ്ഞു. രുദ്രൻ്റെ ഭാര്യയാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഓ, ശരി ശരി. രുദ്രനെ കാണുന്നതിൽ തടസ്സമൊന്നുമില്ല. ഒരുപാട് സമയം അവിടെ ചിലവഴിക്കരുത്. ആളിപ്പോൾ ഉറക്കാണോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കിയിട്ട് കയറാം. ശരി സാർ, ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം. ഓക്കെ. ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടാൾക്കും ഒരുപാട് സമാധാനമായി. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഈ പേഷ്യൻ്റ് ഉറങ്ങുവാണോ നോക്കിയിട്ട് വരാം. സിസ്റ്റർ വന്നിട്ട് ദക്ഷയോട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവരകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. വിവരം അറിഞ്ഞിട്ടുള്ള വിളി. ഇന്ന് വന്നാൽ ആരെയും കാണിക്കത്തില്ലെന്നും രുദ്രൻ ഇപ്പോൾ ഓക്കെ ആയെന്നുമൊക്കെ ഡോക്ടറോട് സംസാരിച്ചെന്നും ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവരോടും. 5 മിനിറ്റിനുള്ളിൽ സിസ്റ്റർ വീണ്ടും വന്നു. ദക്ഷയോട് കയറി വരാൻ പറഞ്ഞു. അമ്മയെ കൂടി കൂട്ടാനായി അവൾ തുടങ്ങിയപ്പോൾ ഒരാൾ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഡോക്ടർ വഴക്ക് പറയുമെന്ന് സിസ്റ്റർ ദക്ഷയെ നോക്കി പറഞ്ഞു. മോള് പോയി കണ്ടിട്ട് വാ, അമ്മ ഇവിടെ നിന്നോളാം.
അങ്ങനെ അവൾ തനിച്ചാണ് വെന്റിലേറ്ററിൻ്റെ അകത്തേക്ക് ചെന്നത്. സിസ്റ്ററിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ അവൾ വല്ലാണ്ട് വിറയ്ക്കുകയാണ്. രുദ്രൻ്റെ അരികിലായി ചെന്ന് നിന്നപ്പോൾ താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് പോലും ദക്ഷ ഭയന്നു. നിറയെ ഒരുപാട് ട്യൂബുകളും വയറുകളും ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. രുദ്രൻ മയക്കത്തിലാണ്. രുദ്രൻ, സിസ്റ്റർ ഉറക്കെ വിളിച്ചപ്പോൾ അവൻ്റെ മിഴികൾ പതിയെ ഒന്ന് ചിമ്മി. ഇതാരാണ് വന്നോന്ന് നോക്കിയേ. അവർ പറഞ്ഞപ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ ഒന്നോളം വെട്ടിയിരുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദക്ഷയാണ് അവനിപ്പോൾ കണ്ടത്. ചേച്ചി ചെന്ന് സംസാരിക്ക്, ഒരുപാട് നേരം പറ്റില്ല, 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണേ പറഞ്ഞിട്ട് സിസ്റ്റർ അവരുടെ അരികിൽ നിന്നും മാറിപ്പോയി. ദക്ഷ അവൻ്റെ അരികിലേക്ക് കയറി വന്നു. വേദനയുണ്ടോ രുദ്രേട്ട? അവൻ്റെ ഇടത് കൈയിൽ മെല്ലെയൊന്ന് തോണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല. അവൻ പതിയെ പിറുപിറുത്തു. അമ്മ അമ്മ വെളിയിലുണ്ട്. ഒരാളെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അവനൊന്ന് മൂളി. അവൾ നിന്ന് കരയുകയാണ്. മറ്റൊന്നും രുദ്രനോട് പറയാൻ അവൾക്കില്ലായിരുന്നു. താൻ പൊയ്ക്കോളൂ. രുദ്രൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അല്പം കൂടി രുദ്രൻ്റെ അടുത്തേക്ക് വന്നു. കുനിഞ്ഞിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. സോറി പറഞ്ഞ ശേഷം അവൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. തുടരും. നിങ്ങൾക്കൊക്കെ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് തരണേ. അതുപോലെ കമൻറ്റും. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ.